അപ്പോൾ ഇന്ന് നല്ലൊരു ക്രിസ്മസ് ദിനമായിട്ട് പ്രേക്ഷകരെല്ലാം വിചാരിക്കുന്നുണ്ടാവും ഇത്തരം അതിക്രമ വാർത്തകളെല്ലാമാണല്ലോ കേൾക്കുന്നത്, നെഗറ്റീവ് വാർത്തകളാണല്ലോ കേൾക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത്തരം വാർത്തകളെല്ലാം കേട്ട് ക്രിസ്മസിൻ്റെ ആ ഒരു വൈബ് അങ്ങ് പോയെങ്കിൽ സങ്കടപ്പെടേണ്ട, നമുക്ക് സന്തോഷിക്കാനുള്ള ആശ്വസിക്കാനുള്ള വാർത്തകളൊക്കെ ഉണ്ട് ഏറെ എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ, സഹജീവിതത്തിൻ്റെയും പങ്കിടലിൻ്റെയും പകുത്തുകൊടുക്കലിൻ്റെയും ചില സ്നേഹ കാഴ്ചകൾ ഇനി നോക്കാം. നമ്മുടെ കേരളം എന്നോർത്ത് നമുക്ക് തന്നെ അഭിമാനിക്കാൻ തക്കതായ ചില ക്രിസ്മസ് കാഴ്ചകൾ കൂടി കണ്ടുവരാം. ദൈവത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതിരൂപങ്ങളായ രണ്ട് മനുഷ്യർ സംസാരിക്കുകയാണ്. റെയിൻഡീറുകളെ പൂട്ടിയ മഞ്ഞുവണ്ടിയിൽ തെന്നിപ്പാഞ്ഞു വരുന്ന സെന്റ് നിക്കോളാസിന്റെ പ്രതിരൂപമായ സ്നേഹദൂതൻ നമ്മുടെ സാന്റാക്ലോസ് അപ്പൂപ്പനും പിന്നെ പറശ്ശിനി മടപ്പുരയിലെ ദ്രാവിഡ ദൈവസങ്കല്പമായ മലയാളത്തിന്റെ പൊന്നു മുത്തപ്പനും. ഇത് മതാതീത മാനവികതയുടെ കേരളത്തിന്റെ ക്രിസ്മസ്. മുത്തപ്പൻ തെയ്യം കെട്ടിയാടുന്നതിനിടയിലേക്ക് കരോൾ സംഘം കടന്നു വരികയായിരുന്നു. ഇരുവരും കണ്ടു, പുണർന്നു, പറ നിറച്ചു, പരസ്പരം വണങ്ങി. ദൈവത്തിനും ദൈവദൂതനും ചേരും വിധം ഇടപെട്ടു. അടുത്തത് കോട്ടയം കുമരകത്തെ കൊച്ചിടവട്ടം ശിവദാസന്റെ വീട്ടിൽ ശബരിമലയ്ക്ക് പോകുന്നതിന്റെ ഭാഗമായ ഭജന നടക്കുകയായിരുന്നു. അവിടേക്ക് ഒരു കരോൾ സംഘം എത്തി. പിന്നീട് ഇങ്ങനെ നടന്നു. അയ്യപ്പൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഭജനക്കാർ കരോൾ ഗാനം ഏറ്റുപാടി. കെട്ടുനിറയ്ക്കെത്തിയ ഭക്തർക്ക് സാന്റ ഓടി നടന്ന് കൈകൊടുത്തു. ഇനി കുട്ടികളുടെ കരോൾ സംഘം രണ്ട് രാഷ്ട്രീയ കക്ഷി ഓഫീസുകളിൽ എത്തിയതുകൂടി കാണുക. കണ്ണൂരിലാണ് സംഭവം. ആദ്യം കണ്ണൂർ DCC ഓഫീസിൽ. ഇനി CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അതേ കുട്ടിക്കരോൾ സംഘം. ഇത് കേരളത്തിലെ ക്രിസ്മസ് ആഘോഷം. അതിൽ കൂടുതൽ എന്തു പറയാൻ? വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.